നെതന്യാഹു ഈ യുദ്ധത്തിനിടയ്ക്ക് കുളിമുറിയിൽ കാല് തന്നെ വീണു. അയാൾ ഹോസ്പിറ്റലൈസായി. എന്നാൽ പോലും ഇസ്രായേലിന് പ്രശ്നമാണ്. കാരണം ഇത് ഇറാൻ്റെ മിസൈൽ അറ്റാക്കിൽ സംഭവിച്ചാണെന്ന് ഇറാൻ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് പോലും സുരക്ഷയില്ലാത്ത ഒരു രാജ്യം എന്നുള്ള ഇമേജുമായി ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ സർവൈലൻസ് മെക്കാനിസമുള്ള സർവൈലൻസ് ഇൻഡസ്ട്രി ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. മറ്റൊന്ന്, വിധേനയുള്ള മിസൈലുകളെയും ബോംബുകളെയും തകർക്കാൻ കഴിയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം, ലോകപ്രശസ്തമായ സിസ്റ്റം. സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാം അവിടുത്തെ അയൺ ഡോമിനെ കുറിച്ചും എല്ലാം. ലോകത്തെ എല്ലാ സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാവുന്ന വിധം പ്രശസ്തമാണ് അവിടുത്തെ പ്രതിരോധ സംവിധാനം. അങ്ങനെ പ്രതിരോധ സംവിധാനമുള്ള ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവൻ യുദ്ധത്തിനിടയിൽ കുളിമുറിയിൽ കാല് തന്നെ വീണു എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് പ്രശ്നമാണ്. അതിന് അത്ര സുരക്ഷിതമായിരിക്കണം അവിടുത്തെ പ്രധാനമന്ത്രി. ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ടാകാം, ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കാം, അദ്ദേഹത്തിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാൻ കഴിയില്ല. വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഒന്നും സംഭവിച്ചില്ല എന്നതുപോലെ അവർ വീഡിയോ ഒക്കെ ഇറക്കി. പക്ഷേ ഇതിനു മുമ്പ് മിലിറ്ററി ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നതിന് ശേഷം ഒറ്റയെണ്ണത്തിൻ്റെ മുഖത്ത് വെട്ടിയ ചോരയില്ല. ആ വാർത്താ സമ്മേളനം നടന്ന ഒരാളും സന്തുഷ്ടരായിട്ടോ അല്ലെങ്കിൽ അഭിമാനബോധത്തിൽ ഇറാനിൽ ഞങ്ങൾ ഇത്ര വരെ കൊന്നുവെന്നോ അല്ലെങ്കിൽ ഇറാനെ ഇങ്ങനെ ആക്രമിച്ചൊന്നും പറയാൻ വേണ്ടിയല്ല നിൽക്കുന്നത്. വളരെ ദുഃഖാർത്ഥരായിട്ടാണ് ഒരു വാർത്താ സമ്മേളനം നടന്നത്. സംതിങ് ഈസ് ഫിഷി. ആ കാര്യത്തിൽ തർക്കമില്ല. ഈ പറഞ്ഞ കോഫി ഷോപ്പിലെ വീഡിയോ, അതിനു മുമ്പ് കോഫി ഷോപ്പിൽ ഇറങ്ങിയുമ്പോഴുള്ള വീഡിയോ ഉണ്ടല്ലോ, അത് AI ആണെന്ന് ഏത് കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാവും. ഞാൻ ആ 6 വിരലിൻ്റെ കാര്യം വെച്ചിട്ടല്ല പറയുന്നത്. 6 വിരൽ അങ്ങനെ നമുക്ക് തോന്നിയേക്കാം ചിലപ്പോൾ 6 വിരലുണ്ടെന്ന്. ഈ വിരലുകളുടെ നീളം നോക്കുക. നെതന്യാഹുവിൻ്റെ മുഖഭാവ വ്യത്യാസം. ഈ വിരലുകളെല്ലാം ഒരേ നീളമാണ്. എല്ലാ വിരലുകൾക്കും ഒരേ നീളമാണ്. അതാണ് അത് ക്രിയേറ്റേഴ്സ് അവിടെ ഇല്ല അല്ലേ? അതാണ്. അതുപോലെ പല്ലിൻ്റെ, നമ്മൾ സംസാരിക്കുമ്പോൾ പല്ലിൻ്റെ സ്ഥാനങ്ങൾ. അപ്പോൾ എൻ്റെ പല്ല് ഞാൻ സംസാരിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ പല്ല് വെളിയിൽ കാണുന്നതിനൊരു ഒരു ഒരു റിഥം ഉണ്ടാവും. ആ റിഥം അനുസരിച്ചല്ല പല്ല് വെളിയിൽ കാണുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ കോഫി ഷോപ്പിലെ സംഭവം അതും AI ആണെന്ന് ആരും ആരോപണങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ഫാക്ട് ചെക്ക് എടുത്ത് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ അതിൽ പോലും AI ആണെന്ന് സംശയിക്കാവുന്ന കുറേ കാര്യമുണ്ട്. ഒന്ന്, ഇയാൾക്ക് ഗോൾഡൻ കളറാണ്. അവിടെ ഇരിക്കുന്ന വേറെ ആർക്കും ആ ഗോൾഡൻ കളറില്ല. അപ്പോൾ ആരോ കോഫി വളരെ പ്രധാനം. ഞാൻ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ലാത്തയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കൊഴുപ്പ് കൂടുതലുണ്ട്, ചിലപ്പോൾ സ്പില്ലായി കൊള്ളണമെന്നില്ല. ഞാൻ പറയുന്നതല്ല. അവിടെ നിൽക്കുന്ന എല്ലാവർക്കും സാധാരണ ഇസ്രായേലിലുള്ള കളറാണ്, ഇയാൾക്ക് മാത്രം. അപ്പോൾ ആരോ ചോദിക്കുകയാണ്, ഇറാൻ വിട്ട മിസൈൽ വല്ല കൊറിയൻ ക്രീമും അല്ലായിരുന്നു, ഇയാൾ സ്വർണ്ണ കളറാണ് ചോദിക്കുന്നുണ്ട്. അതാണ് ആ കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ ആളുകൾ സംശയിക്കാം. അപ്പോൾ അയാൾ മരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ഇതാണ്. അതായത് ഇറാൻ ഞങ്ങളെ അടിച്ചു, ഞങ്ങൾ അത്ര ദുർബലമാണ്, ഞങ്ങളുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്ന് ലോകത്തോട് പറയാൻ കഴിയില്ല. ഇനി മരിച്ചാലും പരിക്കേറ്റാലും ഒക്കെ സെയിം എഫക്റ്റാണ് ഇസ്രായേലിനെ സംബന്ധിച്ചുണ്ടാവുക എന്നുള്ളതാണ്.